എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സദ്യ സ്റ്റൈൽ അവിയലാണ് കേട്ടോ. അപ്പോൾ അതായത് ഇങ്ങനെ കട്ടയായിട്ടുള്ള അവിയൽ, അധികം വെള്ളമൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന അവിയൽ. അപ്പോൾ ഓരോ സ്ഥലത്തും പ്രത്യേകത അനുസരിച്ച് ഓരോരുത്തരും ഉണ്ടാക്കും. പക്ഷെ ഈ വിഷുവിന് ഈ രീതിയിലാവട്ടെ അവിയൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സദ്യ സ്റ്റൈൽ അവിയൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരുവിധം എല്ലാ പച്ചക്കറികളും എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ എല്ലാ പച്ചക്കറികളും വേണമെന്ന് നിർബന്ധമില്ല, ഓരോരുത്തരും അവനവന് അവൈലബിൾ ആയ പച്ചക്കറികൾ എടുക്കുക. എന്നാലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചേന, കായ, ക്യാരറ്റ്, കുറച്ച് പയറ്, മുരിങ്ങക്കായ, അതൊക്കെ എന്തായാലും ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. അപ്പോൾ ഇത്രയും പച്ചക്കറികൾ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു ജസ്റ്റ് കളറിന് വേണ്ടി മാത്രം കേട്ടോ. അതായത് നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഈ കഷ്ണത്തിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് നമുക്ക് കീറിയിട്ട് കൊടുക്കാനുള്ളതാണ്. പിന്നെ 2-3 പച്ചമുളക് അരപ്പിൻ്റെ കൂടെ അരയ്ക്കാൻ, അതായത് നാളികേരത്തിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. ഇത്തിരി നല്ലോണം തന്നെ നാളികേരം വേണം. പിന്നെ നല്ല കട്ടത്തൈര് കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസ്. പിന്നെ ജീരകം വേണം ഇതിൻ്റെ കൂടെ അരയ്ക്കാൻ. ഒരു 2 അല്ലി ഇത് വേണം, എന്താ നമ്മുടെ ചുവന്ന ഉള്ളിയില്ലേ, 2 ചുള വേണം, അതും കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് പാചകത്തിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് കഷ്ണത്തിൻ്റെ കൂടെ 2 പച്ചമുളക് അരി കീറിയിടാം കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി മാത്രമാണ്, ഒരു എന്താ പറയുക, കാണാനൊരു ഭംഗിക്ക്. എന്നിട്ട് ഒന്ന് കുലുക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് മഞ്ഞൾപ്പൊടിയുടെ കാര്യത്തിൽ കുറച്ച് നന്നായി ഇരുന്നോട്ടെ. സാധാരണ ഒരു മഞ്ഞ കളറൊക്കെ തന്നെയാണ് വേണ്ടത്. ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് കേട്ടോ. ചില സ്ഥലങ്ങളിൽ വെള്ള കളറൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. അത് കാരണം കൊണ്ടാണ്. പിന്നെ മുളക് പൊടി എന്ന് പറഞ്ഞാൽ കുറച്ച് മാത്രം, അതായത് ഒരു കളർ, ഇതിന് ഒരു ഓറഞ്ച് കളർ വരണത് ഉണ്ടാക്കി കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ കളർ മിക്സായിട്ട് ഇത്ര ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനുള്ളത് ഏകദേശം കണക്കനുസരിച്ച് ആദ്യം തന്നെ കുറേ ഇട്ട് കൊടുക്കണ്ട, പാകത്തിന് ഇട്ട് കൊടുക്കുക. കുറച്ചിട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടു. അത് നല്ലൊരു മണത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഇത് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് പുരട്ടിയെടുക്കണം. അതായത് നമ്മളിതിൽ വെള്ളം ചേർക്കണില്ല. ഇത് സദ്യ സ്റ്റൈൽ അവിയലാണ്, അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കണില്ല. വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അപ്പോൾ വെള്ളം ചേർത്തുണ്ടാക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് വെള്ളം ഒന്ന് വേണമെങ്കിൽ തളിക്കുക മാത്രം ചെയ്യുക, അല്ലാണ്ട് ഒഴിച്ചു കൊടുക്കരുത്. കാരണം ഇതിൽ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും പച്ചക്കറി വെന്ത് വരുമ്പോൾ. മാത്രമല്ല ഇത് ഇടയ്ക്കൊന്ന് എടുത്തിട്ട് കയ്യിലിട്ടിട്ട് ഇളക്കണ്ട, നമുക്കിങ്ങനെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്ത് മറിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിന് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വയ്ക്കട്ടെ. അപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്ത് ഞാൻ സ്റ്റവിൽ വെച്ചു കേട്ടോ. ഇനി ഒരു തുള്ളി വെള്ളം അങ്ങനെ തളിച്ചു കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് പിന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക, കാരണം അടിയിൽ പിടിക്കാതിരിക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് വെന്ത് പാകമാകട്ടെ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് വാടിക്കൊണ്ട് വന്നിട്ടുണ്ട്, വെന്തിട്ടൊന്നുമില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, കാരണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. കാരണം നമ്മൾ അധികം വെള്ളം ഒഴിക്കുന്നില്ല. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ച് വെച്ച് തന്നെ വേവിക്കുക. കുറച്ച് സിമ്മിൽ തന്നെ ഇട്ടിട്ട് വേവിക്കാൻ നോക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് നന്നായി കത്തിക്കഴിഞ്ഞാൽ കഷ്ണങ്ങളൊക്കെ ചിലപ്പോൾ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് വെന്ത് പാകമാകുമ്പോഴേക്കും ഇത് ഒരുപാടൊന്നും വേവേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാലോ, അങ്ങനെ കൊലങ്ങനെ കിടക്കണം ഇത്. അപ്പോൾ ഇത് ഒന്ന് വെന്ത് പാകമാകുമ്പോഴേക്കും നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. കഷ്ണങ്ങളൊക്കെ വെന്ത് പാകമാകുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം കാണിച്ചതിലോ കുറച്ചധികം നാളികേരം എടുക്കണം. പിന്നെ അതുപോലെ തന്നെ ജീരകം എടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 5-6 ചുള നമ്മുടെ ചെറിയ ഉള്ളി കേട്ടോ, അത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുളിക്ക് ആവശ്യമായ തൈരുണ്ടല്ലോ, അത് ഇത് കൂടെ തന്നെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. അരപ്പ് പിന്നെ അറിയാലോ, അവിയലിൻ്റെ അരപ്പ് ഒരുപാട് അരച്ച് ഇതാവേണ്ട ആവശ്യമില്ല. ഒന്ന് ചതഞ്ഞ് വന്നാൽ മതി. എന്നാൽ ചതയെല്ലാം കുറച്ചൊന്ന് ഇതാവും ചെയ്തോട്ടെ, എന്നാലാണ് അതൊക്കെ നന്നായി നാളികേരം മിക്സ് ആവുള്ളൂ കേട്ടോ. കഷ്ണമൊക്കെ വെന്ത് പാകമായിട്ടോ. അവിയലിൻ്റെ കഷ്ണം വെന്തോന്ന് അറിയാൻ, ചേന വെന്തിട്ടുണ്ടെങ്കിൽ കഷ്ണങ്ങളെല്ലാം വെന്തു എന്നാണ് എൻ്റെ കേട്ടോ. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇട്ടുണ്ടെങ്കിൽ അത് ഉടഞ്ഞു പോകും. ആ സമയം കൊണ്ട് നമുക്ക് അരച്ചിട്ട്, അത് തൈരും കൂട്ടിയിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് നാളികേരം അരയ്ക്കുമ്പോൾ. അപ്പോൾ അത് ഒന്നിച്ച് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതായത് നാളികേരം, ജീരകം, പച്ചമുളക്, തൈര്, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട്, ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ടുള്ള അരപ്പാണ് കേട്ടോ. അത് ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക.
ഈ സമയത്തൊക്കെ ഗ്യാസ് വളരെ സ്ലോ തന്നെ വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ നാളികേരമൊക്കെ ഇതിൽ ചേർത്തു കേട്ടോ. ചേർത്ത് നന്നായി ഇളക്കി ചേർക്കുക. ഒരു 2 മിനിറ്റ് നാളികേരത്തിൻ്റെ മണം, നാളികേരം, ജീരകം, ഉള്ളി ഇതിൻ്റെയൊക്കെ മണം ഈ കഷ്ണങ്ങളിലേക്ക് പിടിക്കട്ടെ. അതുവരെ 2 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അധികം നേരം ഇടണ്ട. നാളികേരം ഇട്ട് കഴിഞ്ഞാൽ അധികം നേരം ഇടേണ്ട ആവശ്യമില്ല. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ കറിവേപ്പില കുറച്ച് നല്ലോണം തന്നെ ഇട്ടിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ അരപ്പൊക്കെ നന്നായി കഷ്ണത്തിൽ മിക്സായി കേട്ടോ. നന്നായി ഇതായി ചേർന്നു കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് അധികം തന്നെ കറിവേപ്പില ഇതിൽ ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്താൽ എന്താ വെച്ചാൽ നല്ല മണം വരും. അതിന് വേണ്ടിയാണ് ഒന്ന് മുറിച്ചിട്ട് കൊടുത്തത്. ഇനി ഇതിന് ശേഷം വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ വെളിച്ചെണ്ണ. അവിയലിൻ്റെ ടേസ്റ്റ് തരുന്ന സാധനം എന്താണ്? ഏറ്റവും ലാസ്റ്റ് ഒഴിക്കണം ഈ വെളിച്ചെണ്ണ. ഇതൊഴിച്ചിട്ട് ഒന്ന് നന്നായി ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇങ്ങനെ മിക്സ് ചെയ്യണ സമയത്ത് ഉള്ളൊരു മണമുണ്ട്, അതാണ് അവിയലിൻ്റെ മണം കേട്ടോ. അടിപൊളി മണം വരും. ഈ മണം കൊണ്ടേ കഴിക്കാൻ തോന്നും അവിയൽ. അതാണ് അവിയലിൻ്റെ പ്രത്യേകത. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഒരു തണ്ട് കറിവേപ്പില അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇത് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ സദ്യ സ്റ്റൈൽ അവിയൽ ഇവിടെ തയ്യാറായി. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ അവിയൽ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ചില ആൾക്കാർ ഇത് വെള്ള കളറിലാണ് ഉണ്ടാവുക. അതൊക്കെ ഓരോ പ്രദേശത്തെ പ്രത്യേകത അനുസരിച്ച് ഉണ്ടാക്കും. എങ്ങനെ ഉണ്ടാക്കിയാലും അവനവൻ്റെ സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടാവും ടേസ്റ്റ്. എങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് വളരെ രുചിയാണ്. ഇതിൽ വെള്ളമൊന്നും ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് നമ്മുടെ സദ്യകളിലൊക്കെ കിട്ടുന്ന രീതിയിൽ. അപ്പോൾ ഈ വിഷുവിന് ഈ രീതിയിലാവട്ടെ അവിയൽ. അപ്പോൾ ശരി, എന്നാൽ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനം വരെ എല്ലാവരും കാണുക. മാത്രമല്ല ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടി വേണം കേട്ടോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.